ഡിഗ്രിയോ ഡിപ്ലോമയോ എന്തുണ്ടായിട്ടെന്താ? കാര്യങ്ങൾ ജോറായി നടക്കണമെങ്കിൽ നല്ല ജോലി, മികച്ച ശമ്പളവും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് കൂടി ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിലവസരങ്ങളുള്ള NCVT സർട്ടിഫിക്കറ്റോട് കൂടിയ ഫിറ്റർ കോഴ്സ്, ടാറ്റ സർട്ടിഫിക്കറ്റോടെ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ വെൽഡർ കോഴ്സ്, കൂടാതെ വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ വളരെ കുറഞ്ഞ ഫീസിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ ഇനി ജൂബിലി മെമ്മോറിയൽ പ്രൈവറ്റ് ITI നിന്നും പഠിക്കാം. മുണ്ടംപേയിലെ P&T കോളനി നിവാസികളെ പട്ടയസഹിതം പുനരധിവസിപ്പിക്കാൻ പ്രത്യേക പാക്കേജ് വേണമെന്ന് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ച മുഹമ്മദ് ഷിയാസ് MLA. നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി KM ഷാജി. മുണ്ടംപേലി P&T കോളനി നിവാസികളുടെ ദുരിത ജീവിതം സംബന്ധിച്ച് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ച് മുഹമ്മദ് ഷിയാസ് MLA. കൊച്ചിയിൽ മുണ്ടംപേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി P&T നിവാസികൾക്ക് വേണ്ടി നിർമ്മിച്ച് നൽകിയ അപ്പാർട്ട്മെന്റിൽ അതിന്റെ നിർമ്മാണത്തിലെ അപാകതയും അതുപോലെ തന്നെ സുരക്ഷാ ഭീഷണിയും അഴിമതിയും തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സബ്മിഷൻ അവതരിപ്പിക്കുന്നത്. പേരണ്ടൂർ കനാലിന്റെ വശങ്ങളിൽ താമസിച്ചിരുന്ന ഏകദേശം 50 വർഷക്കാലം താമസിച്ചിരുന്ന 400ഓളം പേർ 82 കുടുംബങ്ങളിലായി താമസിച്ചിരുന്ന ആളുകളാണ്. ചെളിയിലും വെള്ളത്തിലും, വേലിയേറ്റ സമയത്തും മഴക്കാലത്തും ചെളിയിലും വെള്ളത്തിലുമാണ് അവർ കഴിഞ്ഞിരുന്നത്. അത് നമ്മുടെ നാടിന്റെ ശ്രദ്ധയിൽ പല പ്രാവശ്യം പെടുകയും അവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടിയാണ് ലൈഫ് മിഷന്റെ ഭാഗമായി നടത്തിയത്. പക്ഷേ ഇത് നടത്തിയപ്പോൾ സർ 2018 മുണ്ടംവേലിയിൽ GCDയുടെ ഭൂമിയിലാണ് ഇതിന്റെ ശിലാസ്ഥാപന കർമ്മം നടത്തിയത്. 2023 സെപ്റ്റംബറിൽ ഇതിന്റെ പണി പൂർത്തീകരിച്ചു. 2024 അവരെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവരെ പുനരധിവസിപ്പിച്ചു. പക്ഷേ സർ 2 മാസം കഴിഞ്ഞപ്പോൾ ഉണ്ടായ മഴക്കാലത്ത് അത് മുഴുവൻ ചോർന്നൊലിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഇങ്ങോട്ട് ഈ 2.5 വർഷക്കാലത്തിനിടയ്ക്ക് ആ 400ഓളം പേർ അനുഭവിച്ച കഷ്ടപ്പാടുകളും ദുരിതങ്ങളും 50 വർഷക്കാലം അവർ ഈ പേരണ്ടൂർ കനാലിന്റെ ഇരുവശങ്ങളിലായി കഴിഞ്ഞിരുന്ന സമയത്ത് അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ അനുഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുരക്ഷാ ഭീഷണി എന്ന് പറഞ്ഞാൽ 110 kV ലൈൻ പോകുന്നതിനിടക്കാണ്, 66 kV ലൈനും 110 kV ലൈനും പോകുന്നതിനിടക്കാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. അത് നിർമ്മിച്ചിരിക്കുന്നത് ഒന്ന് പുതിയ ടെക്നോളജി ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ആ ടെക്നോളജി ഉപയോഗിച്ച് ഇരുമ്പിലും അതുപോലെ തന്നെ തകിട് ഷീറ്റുകളും എല്ലാം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന പുതിയ കാലഘട്ടത്തിന് അനുസൃതമായ ടെക്നോളജി ഈ 2 ലൈനും പോകുന്നത് കൊണ്ട് മഴക്കാലത്ത് ഉണ്ടാകുന്ന ശക്തമായ കാറ്റിൽ ഈ ലൈൻ ആടിയുലയുമ്പോൾ ഈ വീടുകളിലുള്ള ആളുകളുടെ ഉപകരണങ്ങൾ, ലൈറ്റും ഫാനും അതുപോലെ TVയും ഒക്കെ അത് കേടാകുന്നത് നിരന്തരമായി ഈ 2.5 വർഷക്കാലത്തിനിടയ്ക്ക് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജീവിക്കാൻ തന്നെ സുരക്ഷിതമായ ഒന്നല്ല എന്ന് അവർ മനസ്സിലാക്കുന്നു. ഈ വെള്ളം ചോർന്നൊലിക്കുകയാണ്. അതുമാത്രമല്ല, ഏതെങ്കിലും 4ാമത്തെ നിലയിൽ കഴിയുന്ന ഒരു ആൾ ബാത്റൂമിൽ ഒരു ടാപ്പ് ഓൺ ചെയ്താൽ ആ വെള്ളം ഏറ്റവും താഴെ നിലയിലുള്ള അടുക്കളയാണെങ്കിലോ ബെഡ്റൂം ആണെങ്കിലോ അങ്ങോട്ട് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണ്. ഈ മലിനവെള്ളം ഇതിങ്ങനെ നിരന്തരമായി ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ തകിടുകൾ മുഴുവൻ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അപ്പം നിർമ്മാണത്തിൽ ഏറ്റവും വലിയ അഴിമതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കെട്ടിടത്തിന്റെ ബലക്ഷയത്തെ സംബന്ധിച്ചും വലിയ ആശങ്ക ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു ലിഫ്റ്റോ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംവിധാനങ്ങളോ ഒന്നുമില്ല. 4ാമത്തെ നിലയിൽ കഴിഞ്ഞിരുന്ന ഒരു 29 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് അസുഖം മൂർജിച്ചതിനെ തുടർന്ന് അവരെ താഴെ ഇറക്കുന്നതിന് മുന്നോടിയായി തന്നെ ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഒരു കെട്ടിട നിർമ്മാണ ചട്ടം പോലും പാലിക്കാതെ പണിത ഒരു പേരണ്ടൂർ കനാൽ പുറമ്പോക്കിൽ അരനൂറ്റാണ്ടായി താമസിച്ചിരുന്നവരെ 2 വർഷം മുമ്പാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുണ്ടംവേലിയിൽ GCDA നിർമ്മിച്ചു നൽകിയ 4 നിലയിലുള്ള ഫ്ളാറ്റിൽ പുനരധിവസിപ്പിച്ചത്. 78 കുടുംബങ്ങളിൽ നിന്നായി 400ഓളം പേരാണ് ഇവിടെ താമസിക്കുന്നത്. എന്നാൽ താമസം തുടങ്ങി 2 ആഴ്ചക്കകം പെയ്ത മഴയിൽ തന്നെ കെട്ടിടം ചോർന്നൊലിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ 100% വാസയോഗ്യമല്ലാത്ത സാഹചര്യമാണെന്ന് സബ്മിഷനിൽ MLA പറഞ്ഞു. നിർമ്മാണത്തിന് ഉപയോഗിച്ച സിമന്റ് കട്ടകൾ തീരദേശ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്തതും ഇരുമ്പ് പില്ലറുകൾ പൂർണ്ണമായും തുരുമ്പെടുത്ത സ്ഥിതിയിലുമാണ്. കെട്ടിടത്തിന് നിലവിൽ ചെരിവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന സംശയം
സംശയമുണ്ട്. ശുചിമുറികളിൽ നിന്നുള്ള മലിനജലം താഴത്തെ നിലകളിലെ മുറികളിലേക്ക് വീഴുന്നതും മതിയായ സെപ്റ്റിക് ടാങ്കുകൾ ഇല്ലാത്തതിനാൽ നിറഞ്ഞു കവിഞ്ഞ് സമീപത്തെ സാന്തോം കോളനിയിലേക്ക് പോകുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ സമീപത്തു കൂടി പോകുന്ന 110 kV ലൈനിൽ നിന്ന് മതിയായ അകലം പാലിക്കാത്തതിനാൽ താമസക്കാർക്ക് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്നതും ഗാർഹിക ഉപകരണങ്ങൾ നശിക്കുന്നതും പതിവാണ്. 4 നിലകളിലുള്ള കെട്ടിടത്തിൽ ലിഫ്റ്റ്, അഗ്നിരക്ഷാ സംവിധാനമോ ഇല്ല. ഇതുമൂലം അടിയന്തര ഘട്ടങ്ങളിൽ രോഗികളെ ഇറക്കാൻ കഴിയുന്നില്ല. രോഗിയായ പെൺകുട്ടിയെ സമയബന്ധിതമായി താഴെ ഇറക്കാൻ കഴിയാത്തതിനാൽ മരണപ്പെട്ട സംഭവം താമസക്കാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. അഴിമതിയും കടുത്ത അനാസ്ഥയും മൂലം പൂർണ്ണമായും വാസയോഗ്യമില്ലാത്തതും തകർന്നു വീഴാവുന്നതുമായ കെട്ടിടത്തിൽ കഴിയുന്ന 78 കുടുംബങ്ങളുടെ ജീവൻ രക്ഷിക്കാനായി മറ്റൊരിടത്തേക്ക് ഭൂമിക്ക് പട്ടയം സഹിതം പുനരധിവസിപ്പിക്കണമെന്നും ഇതിനായി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും മുഹമ്മദ് ഷിയാസ് MLA സബ്മിഷനിലൂടെ ഉന്നയിച്ചു. വിഷയത്തിൽ വിശദമായ പരിശോധന നടത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ തദ്ദേശ വകുപ്പ് ചീഫ് എഞ്ചിനീയറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് സബ്മിഷന് മറുപടിയായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി പറഞ്ഞു. ചീഫ് എഞ്ചിനീയറുടെ റിപ്പോർട്ട് കിട്ടിയാൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കും. വാസയോഗ്യമാക്കി അവർക്ക് വീടുകൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.